ഹായ് ഗായ്സ്, ഞാൻ അപ്പിലു. ഇതാണ് എന്റെ വീട്ടിലെ ആണും പെണ്ണുമായിട്ട് തണ്ടും തൊടിയുള്ള ഒരേ ഒരു മരം. അതന്നെ ചക്കമരം. ഇതിലാണെങ്കിൽ ചെറിയ ചക്ക മുതൽ നല്ല നല്ല വലിയ ചക്ക വരണ്ടേ. എല്ലാവരുടെയും പോലെ ഇപ്പൊ നമ്മളവിടെ ഇപ്പൊ ചക്ക സീസൺ ആണ്. അതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന എന്റെ ഉമ്മാന്റെ അനിയത്തി ചക്കകളെ വണ്ടിയിലേക്ക് കയറ്റുമതി പ്രക്രിയയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുഴുങ്ങാനുള്ള ചക്ക, പൊരിക്കാനുള്ള ചക്ക, ഉപ്പേരിയിടാനുള്ള ചക്ക, കിടക്കുമ്പോ തലയെ വെച്ച് കിടക്കാനുള്ള തലയാണി ചക്ക വരെ എടുത്തിട്ട് പോകുന്നുണ്ട്. ചക്ക മുഴുവൻ കഴിഞ്ഞു എന്ന് വിചാരത്തിൽ ഉള്ളിൽ കയറി ഇരുന്ന് കഴിക്കാനിരുന്ന് ഞാൻ കണ്ടത് ചക്കക്കുരു കറി, ചക്കക്കുരു ഉപ്പേരി, ചക്ക കൊണ്ടാട്ടത്തിന് എടുത്തു വെച്ച് മറ്റൊന്നും. ചക്കയും കൊണ്ടില്ലാത്തൊരു വിഭവം എന്താ ചോദിച്ചാൽ ഞാനും വീട്ടുകാരും മാത്രമേ ഉള്ളൂ. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോ ഡെസേർട്ട് ആയിട്ട് തന്നതാണ് ചക്ക. നല്ല പഴുത്ത പളപള ചക്ക. ഇതിപ്പോ കഴിച്ച ചക്കന്റെ കുരു. ഇനി ഈ കുരു ആയിക്ക് നാളെ ടേബിളിൽ പല നിറത്തിലും പല പേരിലും പല ഷേപ്പിലും ഉണ്ടാവാൻ പോണത്. അങ്ങനെ ചക്കച്ചോറും കഴിച്ചുറങ്ങുമ്പോണ്ട് ചക്കക്കുരു സ്പ്രേ ആരോ പുറത്തു വിട്ടിക്കണ്. ഈ ഒരു ചക്ക സീസൺ അവസാനിക്കുന്നതോടുകൂടി നമ്മളെ ചക്കക്കുരു സ്പ്രേന്റെ ബ്രാൻഡ് പുറത്തു വിടുന്നതാണ്. എന്തായാലും ഉറക്കുമ്പോ ഒരു ചായ കുടിക്കാൻ വിചാരിച്ച് എണീച്ചപ്പോ ദേ കിടക്കുന്ന ചായക്ക് കടി ചക്ക പൊരിച്ചത്. ഈ ചക്കകളുടെ ഇത്രയും വിഭവങ്ങൾ കൊണ്ട് അമ്പാനമാടുന്ന ഒരേ ഒരു വ്യക്തിയാണ് എന്റെ ഉമ്മാന്റെ ഉമ്മ വല്യമ്മ. ടാഗ് യുവർ വല്യമ്മ. എല്ലാരും വീട്ടിലുണ്ടോ ഇതുപോലെ ഒരാള്? എന്റെ വീട്ടില് ചക്കക്കുരുവിന്റെ ചക്കന്റെ അംബാസിഡർ എന്റെ വല്യമ്മയാണ്. ചക്കക്കുരു സ്പ്രേ മണത്ത് മടുത്ത് പുറത്തു പോവാൻ നിൽക്കുമ്പോ ബാക്കുന്നൊരു വിളി അപ്പിലു രാത്രിക്ക് മീനൊന്നും വാങ്ങണ്ടാന്ന്. നോക്കുമ്പോ ഇന്ന് രാത്രി സ്പെഷ്യൽ ചക്കക്കുരു മന്തിയാണ്. ഇങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി 10 മണിയോടുകൂടി എന്റെ വീട്ടിലെ 4 റൂമുകളിൽ നിന്ന് ഉയരുന്ന സ്ഫോടനത്തോടുകൂടി ചക്കക്കുരുവിനൊരു അവസാനം കാണും. പടച്ചോനെ ഞങ്ങൾ കാത്തോളിയും. ഹൽ ഹൽ ബൽ